everyone, welcome to the part 2 of the question paper discussion. നമ്മൾ HSEE 2021 questions ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് വെർബൽ എബിലിറ്റി ബേസ്ഡ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ഓൾ നോ ദാറ്റ് HSEE is the Humanities and Social Sciences Entrance Examination. നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സോ അതിൻ്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. Choose the most appropriate option that can act as an antonym of the underlined word. അപ്പോൾ underlined wordൻ്റെ antonym കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Question number 10. She knew it was that had given her the palpitations. We have the underlined word palpitations here. Palpitationsൻ്റെ antonym ആണ് question ചോദിച്ചിരിക്കുന്നത്. Option A nervousness, Option B hysteria, Option C calmness, Option D trepidation. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സിനോണിം ആൻറ്റോണിം ക്വസ്റ്റ്യൻസ് ആ ബേസ്ഡ് ഓൺ വൊക്കാബുലറി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേർഡ്സിൻ്റെ മീനിങ് അറിയാം, വേർഡ്സ് നന്നായിട്ട് അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇഫ് യു ഡു നോട്ട് നോ ദി ആൻസർ, പ്ലീസ് ഡോണ്ട് ആൻസർ ഇറ്റ്. ഓക്കെ, തെറ്റിക്കരുത്. ഇഫ് യു ഡു നോട്ട് നോ ദി ആൻസർ അറ്റ് ഓൾ, യു ഷുഡ് നോട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് വരുന്നത്. ഒന്നിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കേട്ടിട്ടില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിരിക്കും. ഇവിടെ പാൽപിറ്റേഷൻസ് ആണ് വന്നിരിക്കുന്നത്. പാൽപിറ്റേഷൻസിൻ്റെ മീനിങ് എന്താണ്? പാൽപിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ബീറ്റിംഗ് ആണ്. നമ്മുടെ ഹാർട്ടെല്ലാം പെട്ടെന്ന് ഇടിക്കത്തില്ലേ, അതിനാണ് പാൽപിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെർവസ്നെസ്, ഹിസ്റ്റീരിയ, കാംനെസ്, trepidation. Nervousness നിങ്ങൾക്കറിയാം, which is equivalent to palpitation, so it is not the answer. Hysteria also കുറച്ച് ടെൻഷൻ സ്റ്റേറ്റ് ആണ്. Then we have calmness and trepidation. Calmnessന്റെ മീനിങ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Trepidation എന്താണ്? Trepidation means fear, so it is clearly not the answer. Option C, calmness is the antonym of palpitations from the given option. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗിവൺ ഓപ്ഷൻസിൽ നിന്നാണ് നമ്മൾ ആൻറ്റണിംസ് കണ്ടുപിടിക്കേണ്ടത്, അല്ല നിങ്ങൾ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നൊരു ടെക്നിക്ക്, ഇഫ് യു കുറേയൊക്കെ മീനിങ് അറിയാവുന്നൊരു വേർഡാണെങ്കിൽ ട്രൈ ടു ഗെസ് ദി ഒരു ഇക്വലൻറ്റ് ഓഫ് ദി ആൻറ്റണിം. മനസ്സിലായി? ഇപ്പോൾ പാൽപിറ്റേഷൻ നിങ്ങൾക്ക് ഏകദേശം മീനിങ് അറിയാവുന്ന വാക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് വെച്ചതിന് ശേഷം ഓപ്ഷൻസ് നോക്കുന്നത് നന്നായിരിക്കും. സോ ദാറ്റ് നിങ്ങളുടെ ആ ഷാഡോ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ ആൻറ്റണിം ഓഫ് പാൽപിറ്റേഷൻസ് ഹിയർ ഇസ് കാംനെസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11. He talked with her paternally and dogmatically with a touch of arbitrariness. ആർബിറ്ററിനെസ് ആണ് ഇവിടുത്തെ അണ്ടർലൈൻഡ് വേർഡ്. ആർബിറ്ററിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം ചോയ്സ് വിത്തൗട്ട് എ റീസൺ, അങ്ങനെയുള്ള സംഭവമാണ്. ഓക്കെ, റാൻഡം വിത്തൗട്ട് എനി റീസൺ ഒക്കെയാണ് നമ്മൾ ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. വാൻറ്റൻനെസ് എന്ന് പറഞ്ഞാൽ മെർസിലെസ് ആണ്, വിച്ച് ഇസ് നോട്ട് ആക്ച്വലി റിലേറ്റിംഗ് ടു ദാറ്റ്. കപ്രീഷ്യസ്നെസ് ഇസ് അൺപ്രഡിക്റ്റബിൾ, റാൻഡം. അത് ആക്ച്വലി ഈ ആർബിട്രറിനെസ്സിൻ്റെ സിനോണിമായിട്ട് പറയാവുന്നതാണ്. അബ്സർഡിറ്റിയും ഏകദേശം അങ്ങനെയാണ്, റാൻഡം എന്നുള്ള രീതിയിലാണ്. സോ ദീസ് ബോത്ത് ക്യാൻ ഫോം ദ സിനോണിംസ്, വൈൽ സീക്വൻഷ്യലി വിൽ ബി ആൻ ഓപ്പോസിറ്റ്, ബിക്കോസ് മറ്റത് റാൻഡം ആണ്, ഇത് സീക്വൻഷ്യലി ആണ്. ഓക്കെ, so sequentially is the answer here. So the antonym of arbitrariness from the given option is sequentially. Okay. Question number 12. Which of the following words can most appropriately act as synonym of the underlined word? Synonym ആണ് ചോദിച്ചിരിക്കുന്നത്. The officer seats himself in the sleigh and brandishes it. So brandishes ആണ് ഇവിടുത്തെ underlined word. അതിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺസീൽസ്, ഓപ്ഷൻ ബി വീൽസ്, ഓപ്ഷൻ സി കൺസ്യൂംസ്, ഓപ്ഷൻ ഡി അബാൻഡൻസ്. ബ്രാൻഡിഷസ് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ ഇരുന്ന് അങ്ങനെ ഒരു യൂസ്ഡ് ആവുക എന്നുള്ളതാണ്. കൺസീൽസ് ഒളിപ്പിക്കുകയാണ്. കൺസ്യൂംസ് ഇസ് ടു ടേക്ക് ഇൻ ടു, അബാൻഡൻസ് അല്ല. സോ വീൽസ് ഇസ് ദി ആൻസർ. വീൽസ് എന്ന് പറഞ്ഞാലും പുട്ട് ഇൻ ടു യൂസ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. സോ വീൽസ് ഇസ് ദി ആൻസർ ഫോർ the synonym of brandishes. Brandishesന്റെ synonym എന്താണ്? Wheels. Okay.
Then, which of the following words can most appropriately act as the synonym of the word despondence? Option A, euphoria. Option B, melancholia. Option C, uncanny. Option D, tyranny. Euphoria എന്ന് പറഞ്ഞാൽ extreme happiness ആണ്. Melancholia is sadness. Happiness. Sadness. Tyranny നിങ്ങൾക്ക് അറിയായിരിക്കും, authoritative. Uncanny means not natural, unnatural. Despondence-ന്റെ മീനിങ് എന്താണ്? Despondence means depression. And ഇവിടെ synonym ആണ് ചോദിച്ചിരിക്കുന്നത്. So you can easily find out that the answer is melancholia. Melancholia is the answer. So from the given options, the synonym of despondence is melancholia. Okay. Now, moving on to the next question. Identify the figure of speech used in the sentence. Sentence-നകത്ത് യൂസ് ചെയ്തിരിക്കുന്ന figure of speech identify ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay. Question number 14. Soft language issued from their spitless lips as they swished. Soft language issued from their spitless lips as they swished. Option A, assonance. Option B, malapropism. Option C, litotes. Option D, chiasmus. ഇത് ക്ലിയർ ആയിട്ട് അറിയാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലിറ്റററി ഡിവൈസും എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അസൊനൻസ് എന്താണ്? റെപ്പിറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. Constant repetition of vowel sounds ആണ് assonance. When it comes to consonant sounds, അത് alliteration ആണ്. ഇനി malapropism എന്താണ്? Malapropism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കൺ യൂസ് ഓഫ് എ വേർഡാണ്. സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു വേർഡിനെ നമ്മൾ മിസ്റ്റേക്കൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് malapropism എന്ന് പറയുന്നത്. ചില ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ they might say words ഏകദേശം സിമിലർ സൗണ്ട് ആയിരിക്കും, പക്ഷേ എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് വരുന്നത്. ആ ഒരു സംഭവത്തിനെയാണ് malapropism എന്ന് പറയുന്നത്. ലിറ്റോട്ട്സ് എന്താണ്? ലിറ്റോട്ട്സ് ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഫോളോഡ് ബൈ എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ വരുന്നത്. ദെൻ ഖയാസ്മസ് എന്ന് പറയുന്നത് ഒരു റെപ്പറ്റീഷൻ വരുന്ന ഒരു ഗ്രാമാറ്റിക്കൽ പോർഷനോ എന്തെങ്കിലും റിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഖയാസ്മസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്? സോഫ്റ്റ് ലാംഗ്വേജ് ഇഷ്യൂഡ് ഫ്രം ദെയർ സ്പിറ്റ്ലെസ് ലിപ്സ് ആസ് ദേ സ്വിഷ്ഡ്. ഇവിടെ ഈസിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. സോഫ്റ്റ് ലാംഗ്വേജ് ഇഷ്യൂഡ് ഫ്രം ദെയർ സ്പിറ്റ്ലെസ് lips as they swished. ഐയുടെ repetition ആണ്, which is a vowel sound and therefore assonance is the answer. Okay, assonance ആണ് ഇവിടെ ആൻസർ വരുന്നത്. ആൻഡ് റിമെമ്പർ, ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ you will have to have a strong knowledge of the different literary devices in English. Okay, question number 15. It is not that they did not know the outcome of the event but still chose to proceed. It is not that they did not know the outcome of the event but still chose to proceed. Option A, tautology. Option B, anticlimax. Option C, litote. Option C, asyndeton. Okay, tautology എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടോളജി എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ്, യൂസിങ് ഡിഫറെൻറ്റ് വേർഡ്സ്. സെയിം തിങ്ങിനെ തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ടോട്ടോളജി. ലിറ്റോട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സംതിങ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, വിച്ച് വിൽ ബി ഫോളോഡ് ബൈ എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ടാണല്ലോ അത് ഐറോണിക്കൽ ആവുന്നത്. അസിൻഡറ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ കൺജങ്ഷൻസ് ഒമിറ്റ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അസിൻഡറ്റൻ എന്ന് പറയുന്നത്. ഡെലിബറേറ്റ് ഒമിഷൻ ഓഫ് കൺജങ്ഷൻസ്. ആൻറ്റി ക്ലൈമാക്സ് എല്ലാവർക്കും അറിയായിരിക്കും. Now ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദേ ഡിഡ് നോട്ട് നോ ദി ഔട്ട്കം ഓഫ് ദി ഇവൻറ്റ് ബട്ട് സ്റ്റിൽ ചോസ് ടു പ്രൊസീഡ്. ഇറ്റ്സ് എൻ ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വേർ ഒരു കാര്യം അറിയാമെങ്കിലും അവർ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്തത്. സോ വാട്ട് കുഡ് ബി ദി ആൻസർ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലിറ്റോട്ട്സ്. ടോട്ടോളജിയും അസിൻഡറ്റനും ഒക്കെ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് അതല്ല എന്ന് പറയാൻ പറ്റും. ദെൻ യു ക്യാൻ ബി വെരി ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ലിറ്റോട്ട്സ്. Question number 16. 10,000 saw I at a glance. It's a famous line from the poem Daffodils by William Wordsworth. ഇതിനകത്ത് എന്താണ് യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസ്? പോളിസിൻഡറ്റൻ, ക്ലൈമാക്സ്, അലിട്രേഷൻ, ഹൈപ്പർബലെ. 10,000 saw I at a glance is a clear indication of a hyperbole. Hyperbole എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈപ്പർബലെ. എക്സാജറേഷൻ, ഹൈപ്പർ എക്സാജറേഷൻ ആണ്. സോ 10,000 saw I at a glance is always ഒരു എക്സാജറേഷൻ ആണല്ലോ. സോ ഹൈപ്പർബലെ is the answer. പോളിസിൻഡറ്റൻ എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ അസിൻഡറ്റൻ പറഞ്ഞില്ലേ, അത് omission ആണ്. Polysyndeton is the repeated use of conjunctions. Mostly and ആണ്, ചുമ്മാ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ polysyndeton നമ്മൾ പറയുന്നത്. Alliteration is the repetition of consonant sounds. Climax എന്താണെന്ന് നിങ്ങൾക്കറിയാം. So 10,000 saw I at a glance is a clear usage of hyperbole. Right. Question number 17. Choose the sentence with the correct use of punctuation among the following options. So correct ആയിട്ട് ഏത് സെന്റൻസിലാണ് punctuation യൂസ് ചെയ്തിരിക്കുന്നത് നോക്കണം. A. Turning she saw the amusement in my eyes, her own lit up with rare and lovely laughter. B. Turning she saw the amusement in my eyes, her own lit up with rare and lovely laughter. I hope you are seeing the conjunctions difference. ഒന്നിലെ കോമയും ഇതിൽ കോളനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Turning, she saw the amusement in my eyes, her own lit up with rare and lovely laughter. D. Turning, she saw the amusement in my eyes, her own lit up with rare and lovely laughter. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഏതായിരിക്കും? ഓബ്വിയസ്ലി സി ആണ്. കാരണം ഇവിടെ ടേണിങ് കഴിഞ്ഞിട്ടൊരു കോമ വേണം എന്നുള്ളത് ഇതാണ്. പിന്നെ സെമി കോളൻ കഴിഞ്ഞിട്ട് ആണ് അടുത്ത എക്സ്പ്ലനേഷൻ വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പഞ്ച്വേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. നൗ question number 18. Choose the most appropriate question tag for the following. Question tag ആണ് ചോദിച്ചിരിക്കുന്നത്. You'll still be back there after I come back from work dash. Won't you, will you, haven't you, would you. എന്തായിരിക്കും ആൻസർ വരിക? will ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരേണ്ടത്. സോ ഓബ്വിയസ്ലി എ തന്നെയാണ്. will വരുമ്പോഴത്തേക്ക് നമ്മൾ won't you ആണ് കൊടുക്കുന്നത് അല്ലേ? won't you. ഒരിക്കലും വില്ലിൻ്റെ കൂടെ പോസിറ്റീവ് വരത്തില്ല. പിന്നെ ഹാവും വുഡും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. സോ യു വിൽ ആണെങ്കിൽ won't you. ഓക്കെ. ദെൻ ദർ ആർ സിറ്റുവേഷൻസ് വെയർ നിങ്ങൾ പോസിറ്റീവ് തന്നെ യൂസ് ചെയ്യുന്നത്. അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസസിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പം ലെറ്റ് us ഗോ ഫോർ എ മൂവി, ഷാൽ വി എന്ന് പറയുന്നത്. അപ്പോൾ സജഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് അല്ല ഉപയോഗിക്കുക. നമ്മൾ സെയിം വരുന്നത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്സിൽ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് സ്പെഷ്യൽ കേസസ് ഓൾസോ കീപ് ഇൻ മൈൻഡ്. Question number 19. Choose the most appropriate question tag. Let us have another go at it. കണ്ടോ, ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഓപ്ഷൻ എ വിൽ വി, won't we, haven't we, shall we. ഇവിടെ ലെറ്റസ് വരുമ്പോഴത്തേക്ക് ഓബ്വിയസ്ലി എന്താണ് വരേണ്ടത്? shall we ആണ് വരേണ്ടത്. So let us have another go at it, shall we. So option D is the answer. Right. ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, സ്പെഷ്യൽ കേസസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ. Question number 20. Choose the correct spelling from the given options. Loquacious-ൻ്റെ spelling. I know the spelling. So നിങ്ങൾ loquacious എന്ന് പറയുന്ന വേർഡ് നോക്കി അതിൻ്റെ മീനിങ് ഒക്കെ നോക്കി വയ്ക്കുക. വാട്ട് ഡു യു മീൻ ബൈ ലൊക്കേഷ്യസ്? ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് എന്നാണ് അർത്ഥം. ആൻഡ് കറക്റ്റ് സ്പെല്ലിംഗ് ഇസ് ഓപ്ഷൻ ഡി, LOQUACIOUS, ലൊക്കേഷ്യസ്, ടോക്കറ്റീവ്. ഓക്കെ. Question number 21. Choose the correct spelling. Annihilation. Annihilationൻ്റെ മീനിങ് എന്താണ്? Annihilation എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം. ദിസ് ഇസ് ദി ആൻസർ, ഓപ്ഷൻ ബി. Option B is the answer. Okay. Now, question number 22. Pick the most appropriate option from the following and fill in the blanks. Fill in the blanks questions ആണ്. Fill in the blanks questions either you will get a question wherein you have to fill in a grammatical thing, category, prepositions അങ്ങനെ വരുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ vocabulary ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതായത് കോണ്ടെക്സ്റ്റുവൽ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. They used to be very good friends but now they have fallen dash. In, over, out, under. It's actually fallen out. Fall out എന്ന് പറയുന്നത് is to end a relationship. അതുകൊണ്ട് ഇവിടെ fallen out ആണ് വരുന്നത്. If you are familiar with the usage, you will be easily able to guess the answer. Fallen out ആണ് ആൻസർ വരുന്നത്. Option C is the answer. Then question number 23. He fought his opponent for as long as he could, but in the end he had to give dash. Around, away, in, over. പെട്ടെന്ന് നമുക്ക് ഗിവ് അപ്പ് വരും അല്ലേ? എന്തായാലും ഇതിലേതാ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ വരിക? ഗിവ് ഇൻ.
give in ആണ് വരുന്നത്. Given means to admit defeat. ഇത് കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾ ഔട്ട് ഗിവിൻ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഫ്രേസൽ വേർബ്സ് ആണ്. നമ്മുടെ വേർബ്സിൻ്റെ കൂടെ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ ദേ ഫങ്ഷൻ ആസ് ഫ്രേസൽ വേർബ്സ്. സോ ഇത് കൂടുതലും ഫ്രേസൽ വേർബ്സ് വെച്ച് ഫിൽ ചെയ്യാൻ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഡിയംസ്, ഫ്രേസസ്, ഫ്രേസൽ വേർബ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി. യു ഹാവ് ടു നോ ദ മീനിങ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓഫ് ദി കോമൺലി യൂസ്ഡ് ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ആൻഡ് ഓൾ. അതും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് യുവർ vocabulary building. അതും കൂടെ നിങ്ങൾ ചെയ്ത് വെക്കുക. Only then will you be able to completely answer these kinds of questions. Okay. So by that we come to the end of part 2 of the question paper discussion. നമ്മൾ 2021 HSEE entrance examination question paper ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതിൽ ഇംഗ്ലീഷ് സെക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. +2 കഴിഞ്ഞിട്ട് പല പല കോഴ്സസ് ആയിരിക്കും നിങ്ങളുടെ ചോയ്സ്. എന്ത് കോഴ്സ് തന്നെയാണെങ്കിലും യു വിൽ ഹാവ് ടു ഗോ ത്രൂ ആൻ എൻട്രൻസ് എക്സാമിനേഷൻ. ആൻഡ് അതിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Prepwise അവിടെയുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് അസ്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കണക്ട് വിത്ത് അസ്. വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ്. I'll see you in the next part of the video. Stay tuned for the next part. Till then, it's a bye from me. Thank you.